ഹായ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് SCERT വീക്കിലി റിവിഷൻ എക്സാമിൻ്റെ ആൻസർ കീ ആണ്. നിങ്ങൾ എക്സാമൊക്കെ എഴുതിയോ? അതുപോലെ ആൻസർ കീ നോക്കിയോ? നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും കേരള ഗവൺമെന്റ് കൊണ്ടുവന്ന ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം ഏതെന്ന് കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും കേരള ഗവൺമെന്റ് കൊണ്ടുവന്ന ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം എന്ന് പറയുന്നത് കവചമാണ്. കവചം അല്ലെ, കേരളത്തിന്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ അത്യാധുനിക സംവിധാനങ്ങളുടെ സേവനം ഉറപ്പാക്കി സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം എന്ന് പറയുന്നത്. അതുപോലെ കേരളത്തിലെ ദുരന്ത സാധ്യതയുള്ള മുഴുവൻ പ്രദേശങ്ങളെയും എന്ത് ചെയ്യാണ്, മുഴുവൻ പ്രദേശങ്ങളെയും ഏകീകൃത മുന്നറിയിപ്പ് സംവിധാനത്തിൽ കീഴിൽ കൊണ്ടുവരിക. ആ പ്രവർത്തന രീതിയാണ് കവചം സംവിധാനത്തിന് ഉള്ളത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം നടപ്പാക്കുന്ന നമ്മുടെ രാജ്യത്തെ ആദ്യ സംസ്ഥാനം ചോദിച്ചാലും കേരളം തന്നെയാണ്. കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളെയും ദുരന്ത സാധ്യതകളെ യഥാസമയം സമയം നിരീക്ഷിക്കുക. അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യത മുന്നിൽ കണ്ടാൽ സ്ഥാനം അടിസ്ഥാനമാക്കിയുള്ള SMS, അതുപോലെ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള വാർത്താവിനിമയ മാധ്യമങ്ങൾ ഇവ വഴിയും സൈറൺ, സ്ട്രോബ് ലൈറ്റ് ശൃംഖല പ്രവർത്തിപ്പിച്ചും പെട്ടെന്ന് ജനങ്ങളെ അറിയിക്കുക, വിവിധ തലങ്ങളിൽ നടപടി സ്വീകരിക്കുക എന്നതൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്: കളിമൺ പാളികൾ നിറഞ്ഞ ചെങ്കൽ പ്രദേശങ്ങളിൽ ജലത്തിന്റെ തള്ളിച്ച മൂലം സംസക്തി ബലം കുറവുള്ള കളിമണ്ണ് ഒലിച്ചു പോകുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് എന്താണ് എന്നുള്ളതാണ്. എന്താണ്? സോയിൽ പൈപ്പിംഗ് അല്ലെ. കളിമൺ പാളികൾ നിറഞ്ഞ ചെങ്കൽ പ്രദേശങ്ങളിൽ ജലത്തിന്റെ തള്ളിച്ച മൂലം സംസക്തി ബലം കുറവുള്ള കളിമണ്ണ് ഒലിച്ചു പോകുന്ന പ്രതിഭാസം സോയിൽ പൈപ്പിംഗ്, അല്ലെങ്കിൽ എന്ത് പറയും അതിന്, ടണൽ എറോഷൻ എന്ന് പറയും, അല്ലെങ്കിൽ കുഴലീകൃത മണ്ണൊലിപ്പ് എന്നൊക്കെ പറഞ്ഞാല് അത് തന്നെയാണ് കേട്ടോ. അതായത് ചെങ്കല്ല് നിറഞ്ഞ മലയോര പ്രദേശങ്ങളിൽ നമ്മുടെ അടുത്തിടെ വ്യാപകമായിട്ട് കാണപ്പെടുന്ന ഒരു പ്രതിഭാസം തന്നെയാണ് ഈ കുഴലീകൃത മണ്ണൊലിപ്പ്, അല്ലെങ്കിൽ സോയിൽ പൈപ്പിംഗ്, അല്ലെങ്കിൽ ടണൽ ഇറോഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി ചെങ്കല്ല് നിറഞ്ഞ മേൽപ്പാളിയിലെ സുഷിരങ്ങളിലൂടെ അതിവർഷമോ മറ്റോ മൂലം ജലം ഉള്ളിലേക്ക് തള്ളിക്കയറുക. അങ്ങനെ കളിമണ്ണ് നിറഞ്ഞ കീഴ്പാളിയിൽ, അതായത് സബ് സർഫേസിൽ നിന്നും ഏതാണ്ട് കുഴലാകൃതിയിൽ മണ്ണ് അഥവാ കളിമണ്ണും വളരെ നേർത്ത തരികളോട് കൂടിയ അവസാദവും ജലവും ചേർന്ന മിശ്രിതം ഒലിച്ചു പോവുകയും ചെയ്യുക. ഈ ദുർബലമായ കീഴ്പാളികളിൽ ഉണ്ടാകുന്ന ജലകൃത അപരദനമാണ് കുഴലീകൃത മണ്ണൊലിപ്പിന് കാരണം എന്ന് പറയുന്നത്. ഇത് അടുത്തിടെ ഇടുക്കി ജില്ലയിലും കണ്ണൂർ ജില്ലയിലും ഭൂമി ഇടിഞ്ഞു താഴ്ന്ന് കിണറിന്റെ ആകൃതിയിലുള്ള ഗർത്തങ്ങൾ രൂപപ്പെട്ടത് ഈ പ്രതിഭാസം മൂലമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി താഴെ തന്നിരിക്കുന്നതിൽ നിന്നും എത്ര ഡിഗ്രി മുകളിൽ ചെരിവുള്ള മലമ്പ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സാധ്യത കൂടുതൽ? എത്രയാണ്? 22 ഡിഗ്രിക്ക് മുകളിലാണ് അല്ലെ. ഏകദേശം 22 ഡിഗ്രി മുകളിൽ ചെരിവുള്ള മലമ്പ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സാധ്യത കൂടുതൽ എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ സംഭവിക്കുന്ന മേഖലകൾ ഏതെല്ലാം എന്നുള്ളതാണ്. ഏതാണ്? പശ്ചിമഘട്ടവും ഹിമാലയൻ പർവ്വതനിരയുമാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഡാർട്ട് എന്താണ്? ഡാർട്ട് എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എന്താണ് ഡാർട്ട്? ഡാർട്ട് എന്ന് പറയുമ്പോൾ സുനാമി മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഡാർട്ട് എന്ന് പറയുന്നത് സുനാമി മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അപ്പോ നമുക്ക് അതുമായി റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, നവീന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ സുനാമി മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇന്ന് വ്യാപകമായിട്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ ഉപഗ്രഹ വാർത്താവിനിമയ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി ഡാർട്ടിന്റെ ഫുൾ ഫോം എന്താണെന്നറിയോ? ഡീപ്പ് ഓഷൻ അസസ്മെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി. ഡീപ്പ് ഓഷൻ അസസ്മെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി എന്നുള്ളതാണ്. ഈ മുന്നറിയിപ്പ് സംവിധാനം വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സുനാമിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സുമാത്രയിലെ ആച്യ പ്രവിശ്യക്ക് തെക്ക് പടിഞ്ഞാറ് മാറി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ 9.1 തീവ്രതയിൽ ഉണ്ടായ
ശക്തമായിട്ടുള്ള ഭൂകമ്പമാണ് എന്തിന് 2004 ഡിസംബർ 26 കേരളത്തിൻ്റെതുൾപ്പെടെയുള്ള തീരങ്ങളിൽ നാശം വിതച്ച സുനാമിക്ക് കാരണമായിട്ടുള്ളത്. അതും കൂടെ ഒന്ന് ഓർത്തു വച്ചേക്കുക. അടുത്തത്, തന്നിരിക്കുന്നവയിൽ നിന്നും ഏതെല്ലാം വിധത്തിലാണ് അപക്ഷയം മനുഷ്യന് പ്രയോജനകരമായിട്ട് മാറുന്നത് ല്ലേ, അത് കണ്ടെത്തി ശരി ഉത്തരം രേഖപ്പെടുത്താനാണ്. അതിൽ തന്നിട്ടുള്ളതെല്ലാം ശരിയാണ്. അപക്ഷയം മണ്ണിന്റെ രൂപീകരണത്തിന് കാരണമാകുന്നുണ്ട്. അതുപോലെ എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്? ശിലകളിലെ ധാതുക്കൾ വേർതിരിക്കപ്പെടുന്നു, ഖനന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു ല്ലേ. അതുപോലെ മറ്റൊന്നാണ് ധാതു സമ്പുഷ്ടീകരണത്തിനും കാരണമാകുന്നുണ്ട്. അതും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. അടുത്തത്, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന വർഷമാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? അത് 1915 1915 ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അതുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ, ഗാന്ധിജി എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയത് എന്താണ്? ദക്ഷിണാഫ്രിക്കയായിരുന്നു. 20 വർഷക്കാലം ഗാന്ധിജി എന്ത് ചെയ്തിട്ടുണ്ട്? ദക്ഷിണാഫ്രിക്കയിൽ ചെലവഴിച്ചിട്ടുണ്ട്. ദാദാ അബ്ദുള്ള ജാവേരി എന്ന ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരന്റെ നിയമസഹായിയായിട്ടാണ് ഗാന്ധിജി അവിടെ എത്തിയിട്ടുള്ളത്. അക്കാലത്ത് ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരിൽ നിന്ന് ഏഷ്യക്കാരും കറുത്ത വർഗക്കാരും നേരിടേണ്ടി വന്ന വംശീയ വിവേചനങ്ങൾക്കെതിരെ ഗാന്ധിജി എന്ത് ചെയ്തിട്ടുണ്ട്? സമരം നയിച്ചിട്ടുണ്ട്. അഹിംസയിൽ അധിഷ്ഠിതമായ തന്റെ സത്യാഗ്രഹ സമര രീതിക്ക് ഗാന്ധിജി രൂപം കൊടുത്തത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണ്. ഇങ്ങനെ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ സമരത്തിനുള്ള പരിശീലന കളരിയായിരുന്നു ദക്ഷിണാഫ്രിക്ക. അങ്ങനെ 1915 അദ്ദേഹം എവിടെ എത്തുന്നത്? ഇന്ത്യയിൽ തിരിച്ചെത്തുന്നത്. ഓക്കെ, അപ്പൊ ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ചോദിച്ചിട്ടുണ്ട്, 1917. അതുപോലെ അതുമായി റിലേറ്റ് ചെയ്ത് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് ഗാന്ധിജിയെ ക്ഷണിച്ച വ്യക്തി രാജ്കുമാർ ശുക്ലയാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ ശ്രദ്ധ പതിപ്പിച്ചത് പ്രാദേശിക സമരങ്ങളിലായിരുന്നു എന്ന് പറഞ്ഞു. 1917 ബീഹാറിൽ ചമ്പാരൻ ജില്ലയിലെ ആരുടെ പ്രശ്നങ്ങളിലെ? നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെടുകയാണ്. ചമ്പാരൻ സ്വദേശിയായ രാജ്കുമാർ ശുക്ലയുടെ പ്രേരണ കൊണ്ടാണ് അദ്ദേഹം അവിടെ എത്തിയത്. ഈ നീലം കർഷകരെ യൂറോപ്യന്മാരായ തോട്ടം ഉടമകൾ എന്ത് ചെയ്തിരുന്നു? ചൂഷണം ചെയ്തിരുന്നു. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഒരു കമ്മീഷനെ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിക്കുകയാണ്. അങ്ങനെ കർഷകരുടെ പ്രശ്നം കുറെയൊക്കെ പരിഹരിക്കപ്പെട്ടു. 1918 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുണിമിൽ തൊഴിലാളികളുടെ സമരത്തിലും ഗാന്ധിജി പങ്കാളിയായി. വേതന വർധനവ് ആവശ്യപ്പെട്ടായിരുന്നു ഇവിടെ 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം എന്ന് പറയുന്നത്. ഗാന്ധിജി ഉപവാസം ആരംഭിക്കുകയും അങ്ങനെ തൊഴിലാളികളുടെ വേതനത്തിൽ വർധനവ് ലഭിച്ചു. പിന്നെ മറ്റൊന്നാണ് ഖേദ സമരം അല്ലെ. 1918 ഗുജറാത്തിൽ തന്നെ ഖേദയിൽ കർഷകർക്ക് വേണ്ടി ഗാന്ധിജി സമരം നടത്തി. പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശമുണ്ടായ ഖേദയിൽ കർഷകർക്ക് നികുതി അടക്കാൻ കഴിഞ്ഞില്ല. നികുതി ഇളവ് ആവശ്യപ്പെട്ട് കർഷകർ സമരം തുടങ്ങി. അങ്ങനെ ഗാന്ധിജി ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് കർഷകർക്ക് ആവേശം പകർന്നു. അങ്ങനെ വിളനാശം നേരിട്ട കർഷകർക്ക് നികുതി ഇളവ് നൽകാൻ സർക്കാർ തയ്യാറാവുകയാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. റൗലറ്റ് നിയമം നടപ്പിലാക്കിയത് ഏത് വർഷമാണ്? 1919 അല്ലെ. റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത് 1919. ഓക്കെ, പിന്നെ എന്താണ്? റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട് ശരി ഉത്തരം നൽകുക എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൽ വാറന്റ് ഇല്ലാതെയും ആരെയും അറസ്റ്റ് ചെയ്യാൻ കഴിയും, അത് ശരിയാണ്. വിചാരണയോടുകൂടിയും ആരെയും ജയിലിലടക്കാം, അതെന്താണ്? അവിടെ തെറ്റായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് റിലേറ്റ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് ഒന്നാം ലോക മഹായുദ്ധാനന്തരം ശക്തി പ്രാപിച്ച ഇന്ത്യൻ സ്വതന്ത്ര സമരത്തെ അടിച്ചമർത്താനായിട്ട് ബ്രിട്ടീഷ് ഭരണകൂടം ചില നടപടികൾ സ്വീകരിച്ചു. ഇതിന്റെ ഭാഗമായിട്ട് 1919 റൗലറ്റ് നിയമം നടപ്പിലാക്കി. ഇത് പ്രകാരം വാറന്റ് ഇല്ലാതെ ആരെയും എന്ത് ചെയ്യാൻ പറ്റും? അറസ്റ്റ് ചെയ്യാൻ പറ്റും. വിചാരണ കൂടാതെ ആരെയും ജയിലിലടക്കാം. അതുപോലെ പൗരാവകാശങ്ങളെ തടയുന്ന ഈ നിയമത്തിനെതിരെ 1919 ഏപ്രിൽ 6 ഗാന്ധിജി ഒരു ദേശീയ ഹർത്താലിന് എന്ത് ചെയ്യുകയാണ്? ആഹ്വാനം ചെയ്യുകയാണ്. അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. റൗലറ്റ് നിയമത്തിനെതിരായി ഗാന്ധിജി ഹർത്താലിന് ആഹ്വാനം ചെയ്ത വർഷം ഏത് എന്നുള്ളത് ഏതാണ്? 1919 ഏപ്രിൽ 6. ഓക്കെ, ഇനി ഹിന്ദു സ്വരാജ് അല്ലെ. ഹിന്ദു സ്വരാജ്
ആ ഹിന്ദു സ്വരാജ് ആരാണ് രചിച്ചിട്ടുള്ളത് എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഹിന്ദു സ്വരാജ് ആരാ രചിച്ചിട്ടുള്ളത്? മഹാത്മാ ഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയാണ്. ഗാന്ധിജി രചിച്ച് 1909 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഈ ഹിന്ദു സ്വരാജ് എന്ന് പറയുന്നത്. ഇതിലെന്താണ്, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ ഗാന്ധിജി ഇങ്ങനെ വിശദീകരിച്ചിരുന്നു. എങ്ങനെ? ഇന്ത്യക്കാരുടെ സഹകരണത്തിലൂടെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം നിലവിൽ വന്നത്. അത് നിലനിൽക്കുന്നതും ഈ സഹകരണം കാരണമാണ്. അതുകൊണ്ട് ഇന്ത്യക്കാർ നിസ്സഹകരിച്ചാൽ ബ്രിട്ടീഷ് ഭരണം ഒരു വർഷം കൊണ്ട് അവസാനിക്കുകയും സ്വരാജ് നിലവിൽ വരികയും ചെയ്യും. ഹിന്ദു സ്വരാജ് എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് ഇന്ത്യയുടെ ഈ ഒരു സ്വയം ഭരണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി ചൗരി ചൗര പ്രക്ഷോഭം നടന്ന വർഷം രേഖപ്പെടുത്താനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ചൗരി ചൗര പ്രക്ഷോഭം എന്നാണ് 1922 അല്ലെ? ചൗരി ചൗര പ്രക്ഷോഭം 1922 ഓർത്തു വച്ചേക്കുക. ഓക്കെ, നിസ്സഹകരണ സമരം നടന്നുകൊണ്ടിരിക്കെ 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷം ഉണ്ടാവുകയാണ്. ഏതാണ്? 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ. അങ്ങനെ പ്രകോപിതരായിട്ടുള്ള ജനക്കൂട്ടം പോലീസ് സ്റ്റേഷന് തീവെക്കുകയാണ്. ഇതിനെ തുടർന്ന് 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. സമരം എന്താണ്? അഹിംസാ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതായിട്ട് മനസ്സിലാക്കിയ നമ്മുടെ ഗാന്ധിജി സമരം പിൻവലിക്കുന്നുണ്ട്. ഈ തീരുമാനം മറ്റു നേതാക്കളെ അമ്പരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഗാന്ധിജി കടുത്ത വിമർശനങ്ങൾക്ക് വിധേയനായി. സുഭാഷ് ചന്ദ്രബോസ് ഈ തീരുമാനത്തെ ദേശീയ ദുരന്തം എന്നാണ് വിശേഷിപ്പിച്ചത്. ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചതിനെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓക്കെ, സ്വരാജ് പാർട്ടി രൂപീകൃതമായത് എന്നാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സ്വരാജ് പാർട്ടി രൂപീകൃതമായത് 1923 1923 എന്ത്? സ്വരാജ് പാർട്ടി രൂപീകൃതമായത്. ഓക്കെ, ഈ നിസ്സഹകരണ സമരകാലത്ത് തെരഞ്ഞെടുപ്പുകളും നിയമനിർമ്മാണ സഭകളും ബഹിഷ്കരിച്ചിരുന്നു. ഇതിനോട് വിയോജിപ്പുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളായിരുന്ന CR ദാസ്, മോത്തിലാൽ നെഹ്റു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 1923 സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. നിസ്സഹകരണ സമരകാലത്ത് തെരഞ്ഞെടുപ്പുകളും നിയമനിർമ്മാണ സഭകളും ബഹിഷ്കരിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനോട് വിയോജിപ്പുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളായിരുന്നു CR ദാസും മോത്തിലാൽ നെഹ്റുവും. അവരുടെ നേതൃത്വത്തിലാണ് 1923 സ്വരാജ് പാർട്ടി രൂപീകരിക്കപ്പെട്ടത്. നിയമനിർമ്മാണ സഭകളെ പോരാട്ടത്തിനുള്ള വേദിയാക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഓക്കെ, ഇതിനായി അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നിയമനിർമ്മാണ സഭകളിൽ അംഗത്വം നേടിക്കൊണ്ട് എന്തിനെ വിമർശിക്കുകയാണ്? സർക്കാരിനെ വിമർശിക്കുകയാണ്. നിയമനിർമ്മാണ സഭകളിൽ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാണിക്കാൻ ആർക്ക് കഴിഞ്ഞു? സ്വരാജ് പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയുത്തരം നൽകുക. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ അല്ലെ? അപ്പൊ 1ഉം 2ഉം എന്താണ്? ശരിയായിട്ടുള്ളതാണ്. ഇനി ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ എന്താണ് കൂടിക്കാഴ്ച നടന്ന വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. എന്നാണ്? 1925 ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ അല്ലെ? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച ഗാന്ധിജിയും കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ശ്രീനാരായണ ഗുരുവും 1925 ഡേറ്റ് ചോദിക്കുകയാണെങ്കിൽ മാർച്ച് 12 എവിടെയാണ്? വർക്കലയിലെ ശിവഗിരി മഠത്തിനടുത്തുള്ള വനജാക്ഷി മന്ദിരത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയാണ്. ഈ രണ്ട് മഹത് വ്യക്തികളുടെ കൂടിക്കാഴ്ച 2025 മാർച്ച് 12 ഒരു നൂറ്റാണ്ട് തികഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, റാംബ ലഹള നടന്ന സംസ്ഥാനം അതെവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ് റാംബ ലഹള നടന്നത്. ആന്ധ്രാപ്രദേശ്. റാംബ ലഹള എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ സമരം പിൻവലിച്ചു. എങ്കിലും ജനങ്ങളിൽ അത് സൃഷ്ടിച്ച ആവേശം അവസാനിച്ചിട്ടില്ലായിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എന്ത് ചെയ്യാണ്? ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ അരങ്ങേറുകയാണ്. അങ്ങനെ ആന്ധ്രയിലെ ഗോത്ര ജനതയുടെ സമരം ഇതിനൊരു ഉദാഹരണമാണ്. അല്ലൂരി സീതാരാമരാജുവിന്റെ നേതൃത്വത്തിലായിരുന്നു റാംബ ലഹള എന്നറിയപ്പെട്ടിരുന്ന ഈ ഒരു സമരം. ആരുടെ നേതൃത്വത്തില്? അല്ലൂരി സീതാരാമ രാജുവിന്റെ. ഓക്കെ, പിന്നെ എന്താണ്?
ബ്രിട്ടീഷ് വന നിയമങ്ങൾ കാരണം വനങ്ങളിൽ കാലിമേയ്ക്കാനുള്ള അവകാശങ്ങൾ തടയപ്പെട്ടു. അതുപോലെ കൊള്ളപ്പലിശക്കാരുടെ ചൂഷണം, ഇതൊക്കെയാണ് ഇവരെ സമരത്തിലേക്ക് എന്ത് ചെയ്യുന്നത്, പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ അതുപോലെ 2500 ചതുരശ്ര മൈൽ ഭൂമേഖല സമരക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നു. മലബാർ സ്പെഷ്യൽ പോലീസ്, അസം റൈഫിൾസ് എന്നീ സൈനിക വിഭാഗങ്ങൾ ഉപയോഗിച്ചായിരുന്നു സമരം അടിച്ചമർത്തിയത്. അല്ലൂരി സീതാരാമരാജു സമരത്തിനിടയിൽ കൊല്ലപ്പെടുന്നു ഉണ്ട്. ഓക്കെ, അതും കൂടെ ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബർദോളിയിലെ കർഷക മുന്നേറ്റവുമായി ബന്ധപ്പെട്ട ശരിയുത്തരം നൽകുക. സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലാണ് 1928 ബർദോളി മുന്നേറ്റം നടന്നിട്ടുള്ളത്. അതെന്താണ്? അത് ശരിയായിട്ടുള്ളതാണ്. അബ്ബാസ് ത്യാബ്ജി, വിത്തൽഭായ് പട്ടേൽ എന്നിവർ സമരത്തിൽ വലിയ പങ്ക് വഹിച്ചു. അതും ശരിയാണ്. സമരത്തെ തുടർന്ന് നികുതി വർധനവ് പിൻവലിച്ചു. അതും എന്താണ്? ശരിയായിട്ടുള്ളതാണ് അല്ലെ. നികുതി വർധനവായിരുന്നു സമരത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ബർദോളി സത്യാഗ്രഹത്തിന്റെ. നികുതി അടക്കാൻ വിസമ്മതിച്ചുകൊണ്ട് കർഷകർ സമരം ആരംഭിച്ചിരുന്നു. കൃഷിയിടങ്ങൾ, വളർത്തു മൃഗങ്ങള്, വണ്ടികള്, കാർഷിക ഉപകരണങ്ങൾ എന്നിവ സർക്കാർ പിടിച്ചെടുത്തു. സർദാർ വല്ലഭായ് പട്ടേൽ സമരക്കാരോട് നിർദ്ദേശിച്ചു, നിങ്ങളുടെ വണ്ടികളും ഉപകരണങ്ങളും അഴിച്ച് പല ഭാഗങ്ങളാക്കിയിട്ട് പല സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക. ഗാന്ധിജി ബർദോളി സന്ദർശിച്ച് കർഷകർക്ക് എന്ത് ചെയ്യുകയാണ്? ഉറച്ച പിന്തുണ നൽകുകയാണ്. അവസാനം സർക്കാർ നികുതി വർധനവ് പിൻവലിച്ചു. അങ്ങനെ ബർദോളി സമരം വിജയം നേടുകയാണ് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ത്രിവർണ പതാക സ്വീകരിച്ച INC സമ്മേളനം നടന്ന വേദി ഏതാണ് എന്നുള്ളതാണ്. ഏതാണ്? ലാഹോർ ആണ് അല്ലെ. ത്രിവർണ പതാക സ്വീകരിച്ച INC സമ്മേളനം നടന്ന വേദി എന്ന് പറയുന്നത് ഏതാണ്? ലാഹോർ ആണ് എന്നുള്ളതാണ്. ഓക്കെ, അതുമായി റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ലാഹോർ സമ്മേളന തീരുമാന പ്രകാരം 1930 ജനുവരി 26 ഇന്ത്യ മുഴുവനും സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിച്ചു. ഓക്കെ, ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരേ സമയം യോഗങ്ങൾ ചേർന്ന് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ദേശീയ പതാക ഉയർത്തി അതുപോലെ ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചും ജനം എന്ത് ചെയ്ത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ പങ്കാളികളായി. അങ്ങനെ ചർക്കയിൽ നൂൽനൂൽപ്പ്, മദ്യനിരോധന പ്രവർത്തനങ്ങൾ, ഹിന്ദു മുസ്ലിം ഐക്യ പ്രചരണം ഇവയും ഇതിന്റെ ഭാഗമായിട്ട് നടന്നു. തുടർന്നുള്ള വർഷങ്ങളിലും ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിച്ചു. പിന്നെ സ്വാതന്ത്ര്യാനന്തരം എന്ത് ചെയ്യാണ്? റിപ്പബ്ലിക് ദിനമായിട്ട് ജനുവരി 26 തെരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം ഇതാണ് എന്നുള്ളതാണ്, ഈ പശ്ചാത്തലമാണ് എന്നുള്ളതാണ്. അത് ഓർത്ത് വെച്ചേക്കുക. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് അല്ലെ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് എന്നുള്ളതാണ്. ഓക്കെ, അതെന്ത് ചെയ്യാം? ഓർത്ത് വെക്കുക. നിയമലംഘന സമരം എന്താണ് നമ്മൾ പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ. വടക്കു പടിഞ്ഞാറെ ഇന്ത്യ നിയമലംഘന സമരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു വടക്ക് പടിഞ്ഞാറെ ഇന്ത്യ. അവിടെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആയിരുന്നു നേതൃത്വം നൽകിയത്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു സന്നദ്ധ സേന പ്രവർത്തിച്ചിരുന്നു. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഖുദായ് ഖിദ്മത് കർ എന്നുള്ളതാണ്. ഖുദായ് ഖിദ്മത് കർ. ഓക്കെ. ഇനി ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ച വർഷം എന്നാണ് എന്നുള്ളതാണ്. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ച വർഷം എന്നാണ്. അത് 1931 അല്ലെ. 1931 മാർച്ച് 5 ഒപ്പുവെച്ച ഈ ഉടമ്പടി പ്രകാരം നിയമലംഘന സമരം നിർത്തിവെച്ചു. ഗാന്ധിജി എന്ത് ചെയ്യാണ്? രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. ഓക്കെ. പക്ഷെ ഈ രണ്ടാം വട്ടമേശ സമ്മേളനം എന്താണ്? നിഷ്ഫലമായിട്ടാണ് അവസാനിക്കുന്നത്. മൂന്നാമത്തെ വട്ടമേശ സമ്മേളനം കോൺഗ്രസ് ബഹിഷ്കരിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് എന്ത് ചെയ്യാ? വായിച്ചു നോക്കണം കേട്ടോ. പിന്നെ ഭഗത് സിംഗിന്റെ നേതൃത്വത്തിൽ വിപ്ലവകാരികൾ നടത്തിയ പ്രധാന സംഭവങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തി ചാർജിൽ പങ്കാളിയായ സാൻഡേഴ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ചു അല്ലെ. അതെന്താണ്? അത് ശരിയാണ്. പിന്നെന്താണ്? കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബെറിഞ്ഞു. ഓക്കെ. 1928 ഭഗത് സിംഗും കൂട്ടരും ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ചു. HSR 1928 ഭഗത് സിംഗും കൂട്ടരും എന്ത് ചെയ്യുന്നുണ്ട്? രൂപീകരിക്കുന്നുണ്ട്. ഓക്കെ. ഇങ്ങനെ ഈ ഭഗത് സിംഗിന്റെ നേതൃത്വത്തിൽ വിപ്ലവകാരികൾ നടത്തിയ രണ്ട് പ്രധാന പ്രവർത്തികളായിരുന്നു ഈ പറയുന്നത്. ഈ പ്രവർത്തികൾ തുടർന്ന് പോലീസ്
പോലീസിന്റെ പിടിയിലായ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നീ ധീരവിപ്ലവകാരികളെ വിവിധ കേസുകളിലെ വിചാരണയ്ക്ക് ശേഷം 1931 മാർച്ച് 23 അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം 1931 മാർച്ച് 23 തൂക്കിലേറ്റുന്നുണ്ട്. പിന്നെ മൗണ്ട് ബാറ്റൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട വർഷം തിരഞ്ഞെടുക്കാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? 1947 ജൂൺ 3-നാണ് അല്ലെ. 1947 ജൂൺ 3-നാണ് എന്ത് എന്ന് പറയുന്നത്? മൗണ്ട് ബാറ്റൻ പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അവസാനത്തെ വൈസ്രോയി ആയിരുന്നു മൗണ്ട് ബാറ്റൻ എന്നുള്ളത് ഓർത്തു വച്ചേക്കുക. രാജ്യത്തെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ രണ്ടായി വിഭജിച്ച് സ്വാതന്ത്ര്യം കൈമാറാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓക്കെ, അതും കൂടെ ഓർത്തു വച്ചേക്കുക. ഇനി ഇന്ത്യൻ നാഷണൽ ആർമിയുടെ രൂപീകരണത്തിന് മുൻകൈയെടുത്ത പ്രധാനി ആര് എന്നുള്ളതാണ്. ആരായിരുന്നു പ്രധാനി? അത് നമ്മൾ പറഞ്ഞതാണ്, മോഹൻ സിംഗ് അല്ലെ. ബ്രിട്ടീഷ് ഇന്ത്യൻ പട്ടാളത്തിൽ ഓഫീസറായിരുന്ന മോഹൻ സിംഗ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ രൂപീകരണത്തിന് മുൻകൈയെടുത്തത്. ഓക്കെ. പിന്നെന്താ ചോദിച്ചാല് എന്താന്ന് വെച്ചാല് സുഭാഷ് ചന്ദ്രബോസ് INA-യുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ് പിന്നീട് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇതിന് രൂപീകരണത്തിന് മുൻകൈയെടുത്തത് മോഹൻ സിംഗ് ആണ്. പക്ഷെ പിന്നീട് അത് ആര് ഏറ്റെടുക്കുകയാണ്? അതിന്റെ നിയന്ത്രണം സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഈ INA-യുടെ പ്രവർത്തനം നോക്കുമ്പോൾ അതിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ വലുതാണ്. റാണി ഝാൻസി റെജിമെന്റ് എന്ന പേരിൽ വനിതാ വിഭാഗവും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് നേതൃത്വം നൽകിയത് മലയാളിയായിട്ടുള്ള ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗളായിരുന്നു. INA-യിലെ മറ്റൊരു മലയാളിയായിരുന്നു വക്കം അബ്ദുൽ ഖാദർ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നീട് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ പിടികൂടി തൂക്കിലേറ്റുന്നൊക്കെ ഉണ്ട്. ഇനി ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് ആരാ? അത് നമുക്കറിയാം. ആരാണ്? എന്താണ്? സുഭാഷ് ചന്ദ്രബോസ് ആണെന്നുള്ളത് അല്ലെ. പിന്നെ നാവിക കലാപം നടന്ന വർഷം ചോദിക്കുന്നുണ്ട്. എന്നാണ് നാവിക കലാപം നടന്നിട്ടുള്ളത്? 1946-ലാണ് നാവിക കലാപം നടന്നിട്ടുള്ളത്. 1946-ലാണ് എന്നുള്ളതും കൂടെ ഒന്ന് ഓർത്തു വച്ചേക്കുക. പിന്നെ നോക്കാനുള്ളത് അഖിലേന്ത്യാ കിസാൻ സഭ അല്ലെ. അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകരിച്ചത് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 1936-ലാണ് അഖിലേന്ത്യാ കിസാൻ സഭ എന്ത് ചെയ്യുന്നത്? രൂപീകരിക്കുന്നത്. ഓക്കെ. അതുമായി റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ 1920-കളിൽ കിസാൻ സഭകൾ രൂപീകരിച്ച് കർഷകർ സംഘടിച്ചു തുടങ്ങിയിട്ടുണ്ട്. 20-കളില് അക്കാലത്ത് ഉത്തർപ്രദേശിലെ അവധ് മേഖലയിൽ നടന്ന കർഷക മുന്നേറ്റം ഐക്യപ്രസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. 36-ൽ അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകരിച്ചത് കർഷക പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നു. 1940-കളിൽ നടന്ന കർഷക സമരങ്ങൾ സ്വാതന്ത്ര്യമെന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് സഹായിച്ച പിൽക്കാല കർഷക സമരങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ഈ ബംഗാളിലെ തേബാഗ സമരം, അതുപോലെ ആന്ധ്രയിലെ തെലങ്കാന സമരം എന്നൊക്കെ പറയുന്നത്. ഓക്കെ. ഈ തേബാഗ ചായയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. എല്ലാം നമ്മൾ എടുത്തിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ടാണ്. അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ 46-47 കാലത്താണ് തേബാഗ സമരം നടന്നിട്ടുള്ളത്. ഭൂപ്രഭുക്കളായിട്ടുള്ള ജോത്തേദാർമാർ, അപ്പൊ ജോത്തേദാർമാർ ആരാണ്? ഭൂപ്രഭുക്കളായിരുന്നു അല്ലെ. അവർക്കെതിരെയായിരുന്നു കർഷകരുടെ സമരം. അവരെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ജോത്തേദാർമാർ വിളവ് രണ്ടായി ഭാഗിച്ച് ഒരു ഭാഗം ജോത്തേദാർമാർക്ക് നൽകുന്ന രീതിയാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇവര് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ തേബാഗ സമരം നടന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഈ തേബാഗ സമരക്കാരെന്താ പറയുന്നത്? വിളവിനെ 3ആയിട്ട് ഭാഗിക്കണമെന്നും 2 ഭാഗം തങ്ങൾക്ക് ലഭിക്കണമെന്നും ആവശ്യപ്പെട്ട് കർഷകർ നടത്തിയ ഈ സമരത്തിന്റെ മുദ്രാവാക്യമായിരുന്നു തേബാഗ ചായ് എന്ന് പറയുന്നത്. അപ്പൊ തേബാഗ ചായ് എന്നുള്ളതിന്റെ ഇതെന്താണ്, മീനിങ് എന്താണെന്ന് ചോദിച്ചാല് 3-ൽ 2 ഭാഗം ഞങ്ങൾക്ക് വേണം, വി വാണ്ട് 2/3 ഷെയർ എന്നുള്ളതാണ്. അതും കൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിന്റെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാം, ഇനി കറണ്ട് അഫയേഴ്സിന്റെ എക്സാം ഉണ്ട്. അത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അത് നമ്മൾ ഈ ടെലഗ്രാം ചാനലിലല്ല, അത് ആപ്പ് ത്രൂ ആയിരിക്കും. അതായത് നമുക്ക് ലിങ്ക് തരും. അപ്പോൾ അങ്ങനെ ആ എക്സാമും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് നിങ്ങൾ ഒറ്റയ്ക്ക് അറ്റൻഡ് ചെയ്യണം.
പിന്നെ അതുപോലെ എന്ത് ചെയ്യുക, ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് പഠിച്ചിട്ട് വേണം അവിടെ പോയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് നാളെ മുതൽ വീണ്ടും എന്ത് ചെയ്യാം, പുതിയ ടോപ്പിക്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു.